ടൈറ്റിൽ കണ്ടിട്ട് യു ബി വണ്ടറിങ് എന്ത് ഇതാടെ ഇത് സെൻസർ ആണത്. യുവന്മാരെ കൊണ്ടുവരുന്നു വൃത്തിയില്ലല്ലോ. ഒരു വട്ടം കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിന്നിട്ട് ഇതിനെ തല പിടിക്കുന്നു. എനിവേ, പ്രേമലു എൻ്റെ അഭിപ്രായത്തിൽ വീഡിയോയിൽ ലെയർ ആയിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് എന്തുകൊണ്ടാണ് ലാസ്റ്റ് റീനു അച്ഛനെ കിസ് ചെയ്യണത് കുറച്ചും കൂടി ഡീപ്പർ മീനിങ് ഉള്ള. അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. സോ എൻ്റെ വീഡിയോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തിയേറ്ററിൽ നിന്ന് പ്രേമലു കൊണ്ടിറങ്ങിയപ്പോൾ എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ സമയത്ത് വിചാരിച്ചത് ഞാൻ ഒരു പാരൻ്റ് ആകുമ്പോൾ ഒരിക്കലും എൻ്റെ കൊച്ചിന് സ്നേഹത്തിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാതെ ഞാൻ ഇരിക്കത്തില്ല. പ്രേമലു പുറത്തുനിന്ന് കണ്ട ഒരു വലിയൊരു കമേഴ്ഷ്യൽ മൂവിയാണ്. ഏത് പ്രായത്തിലുള്ള ആർക്കും കാണാൻ പറ്റുന്ന ഒരു കമേഴ്ഷ്യൽ മൂവി. അതാണ് ഒരു ജനറൽ തീസിസ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒരു ഉണ്ടക്കണ്ണിട്ടൊക്കെ നോക്കുമ്പോൾ ഇല്ലേ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെയാണ് സച്ചിനും അമൽ ഡേവിസും ഒരേ ഡ്രസ്സ് തന്നെ ഇടണത്. ഓക്കെ, ഇത് എൻ്റെതല്ല കേട്ടോ. ഇത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി എലീറ്റ് ആയിട്ടുള്ള നമ്മൾ റെഡിറ്റിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ ഇനി പറയാൻ പോകുന്നത് എൻ്റെതാണ്. എനിക്ക് തോന്നുന്നത് പ്രേമയിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കണം. ലോൺലിനെസ്, എക്സിസ്റ്റൻസ് ആസ് എ ഹോൾ. Oh my God, bro. Oh, hell no, man. What the fuck, man? Get your ass on. Okay, wait. ഓവർ അനലൈസിങ് ആയിരിക്കും. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിരുന്നു. എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ലോകത്ത് നമ്മുടെ ആവശ്യം എന്താണെന്നും സ്നേഹിക്കപ്പെടുന്നതിൻ്റെ വില എന്താണെന്നും സിനിമ പറയാൻ നോക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലായത് ഹൗ ഇറ്റ് ഫീൽസ് ടു ബി നീഡഡ് ഓർ ടു ബി കെയർഡ്. നമ്മുടെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ എടുക്കാം. എക്സാമ്പിളായിട്ടാണെങ്കിൽ ഇപ്പോൾ സച്ചിൻ്റെ ക്യാരക്ടർ എടുത്താൽ നമുക്ക് കാണാം, അവൻ്റെ വീട്ടിൽ അവന് ഒരു വിലയും ഇല്ല. ഈ ഡയലോഗ് ഓർമ്മയുണ്ടോ? അവൻ റീനുവിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? പിന്നെ he never got this kind of. അവന് ഒരിക്കലും ആണ് ഇതുപോലത്തെ സ്നേഹം കിട്ടിയിട്ടില്ല. ആൻഡ് ഈ സ്നേഹത്തിൽ എന്താ ഇത്ര പ്രത്യേകത? അവളവിടെ ഉണ്ടായിരുന്നു, കെയറിങ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. നമുക്ക് അവൻ്റെ സച്ചിൻ്റെ വീട്ടിലോട്ട് എടുത്ത് നോക്കിയേക്കാം. അവൻ്റെ അച്ഛനമ്മയും സംസാരിച്ചിട്ടാണെങ്കിൽ കാലങ്ങളായി. അവൻ്റെ ചേച്ചി വേറെ ഏതോ ഒരു ലോകത്ത്. മൊത്തത്തിൽ അവൻ്റെ കുടുംബം ഒരു നല്ല സ്ഥലത്തല്ല. പക്ഷെ അതേസമയം റീനുവിൽ നോക്കിയാലോ, സച്ചിൻ്റെ ഫാമിലി പോലെയല്ല. അവളുടെ പാരൻസ് ഭയങ്കര ക്ലോസ് ആണ്, അവരോട് കെയറിങ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ കെയർ ടേക്കർ ആണെന്നുള്ള ഒരു ആഗ്രഹം. ഇവിടെ ഞാൻ കെയർ ടേക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് അവനെ കെയർ ചെയ്യാനാണ് കേട്ടോ. ഈ രണ്ട് കഥാപാത്രങ്ങളും അവിടെ ഫാമിലിയുടെ റിഫ്ലക്ഷൻസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സച്ചിനാണെങ്കിൽ സ്നേഹത്തിന് വേണ്ടി ക്രേവ് ചെയ്യണമെന്നൊക്കെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി. സച്ചിന് പ്രേം വേണമെങ്കിൽ റീനുവിന് അത് കൊടുക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇത് ലോൺലിനെസ് ആയിട്ട് എന്താണ് ബന്ധമായിരിക്കും? സിനിമയുടെ പകുതിയൊക്കെ കഴിയുമ്പോൾ റീനുവിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കാം. അവളുടെ ഫ്രണ്ട് ബാംഗ്ലൂരിലോട്ട് പോയി, അവളുടെ കൂടെ ആരുമില്ല. ഇത് ഞാൻ പറയണല്ല കേട്ടോ, പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്ക്. അതോടെ വർക്ക് ലൈഫും കൂടെ സ്ട്രെസ്സായി. അപ്പോൾ നിങ്ങളത് ചോദിക്കും, അവൾക്ക് അവിടെ ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ അവൾ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സച്ചിൻ്റെ കൂടെയുള്ള കോൺവെർസേഷനും സച്ചിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും എല്ലാം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. നോ റൈറ്റ്. ഈ ഡയലോഗ് ഓർമ്മയുണ്ടോ? സച്ചിനും അവൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിച്ചത്. അല്ല, നീ മറ്റേ കാര്യം നുണ പറഞ്ഞാണല്ലേ? ഏത്? നീ അവള് സെറ്റാണെന്ന്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ലൈഫ് ഭയങ്കര അൺഫെയർ ആടാ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ. Both wanted to be feeling like they are needed. ഈ ലോകത്ത് എന്തുകൊണ്ട് അവർ വേണ്ടതെന്ന്, just in a different way. And my theory is it's a platonic feeling turning into love. And their kiss stands for I'm here for you and thank you for being here. അത് ശരി. സുഹൃത്തുനിന്നുണ്ടായിരുന്ന ഇഷ്ടം പിന്നീട് പ്രേമത്തിലോട്ട് മാറുന്നതാണ്. ആ ലാസ്റ്റത്തെ കിസ് പറയണത് ഞാൻ കൂടെ തന്നെ ഉണ്ട്, നീ കൂടെ ഉള്ളതിന് നന്ദി. രണ്ടുപേർക്കും കൂടെ ഒരാളെ വേണമായിരുന്നു. അവൾക്ക് മനസ്സിലായി അവൾ വിചാരിച്ച ആളല്ല അവൾക്ക് വേണ്ടതെന്ന്. പക്ഷെ അവനോ അങ്ങനെയല്ല.
അവന് കൂടെ ഒരാളുണ്ടായാൽ മതി. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫീലിംഗ് മനസ്സിലാവും. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് മെനി ഫീൽ ലൈക്ക് ദേ ഹാവ് നോ വൺ. എന്ന് പറയുമ്പോൾ നിറയെ പേർക്ക് ഈ ലോകത്ത് അവിടെ ഒരു ആവശ്യമില്ല എന്നൊരു ചിന്ത. പക്ഷെ അങ്ങനെയല്ല. വി ആർ നീഡഡ് ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് വി അസിസ്റ്റ്. നമ്മൾ ഈ ലോകത്ത് വളരെ വേണ്ടപ്പെട്ടവരാണ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ ബി ദെയർ ഫോർ പീപ്പിൾ ആൻഡ് ബി ദെയർ ഫോർ യുവർസെൽഫ്. ഓടാ, ഞാൻ CBSE സ്റ്റേറ്റും പഠിച്ചിട്ടുണ്ട്. ഒന്നാം തരം തെറി എനിക്കറിയാം. ഒരു വട്ടം കൂടെ എന്തെങ്കിലും നീ കൊണച്ച നിന്റെ അന്ത്യം. ലാസ്റ്റ് അവർക്ക് കൂടെ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുമാണെങ്കിൽ ബാക്കിയുള്ള കൂടെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ സ്നേഹിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട് പറയണ പോലെ ആളെ എനിക്ക് നിറയെ സമയമുണ്ട്. പിന്നെന്താ. ബട്ട് ഹേ, അതെൻ്റെ തിയറിയാണ്. തിയറി. അതെന്തിനാ സെൻസർ ചെയ്ത്?